ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സൗദിയിൽ STC പേ യൂസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇതുപോലൊരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. നമ്മുടെ നിലവിൽ STC പേ HDFC ബാങ്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഈ STC ബാങ്കായി മാറിയപ്പോൾ ഒരുപാട് ആളുകൾ അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടാവും. ചെയ്യാത്തവർക്ക് ഇതുപോലെ ഇത് ഈ മാസം 24-ന് ഷട്ട് ഡൗൺ ആവുന്നില്ലൊരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾ STC ബാങ്ക് എന്ന ആപ്പിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ ഇതുവരെ അത് അപ്ഗ്രേഡ് ചെയ്യാത്ത സുഹൃത്തുക്കൾ തുടർന്നും STC പേ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. STC പേ ഓപ്പൺ ചെയ്താൽ ഇതുപോലെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷന് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഡൗൺലോഡ് STC ബാങ്ക് ആപ്പ് എന്നുള്ള ആ ഒരു സംഭവം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ നെക്സ്റ്റ് കൊടുത്തിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യുക. ലൊക്കേഷൻ അലോ ചെയ്യാവുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. ലൊക്കേഷൻ അലോ ചെയ്ത് കൊടുക്കുക. തുടർന്ന് മൊബൈലിലേക്ക് OTP വരും. ആ OTP എൻ്റർ ചെയ്യുക. ഇനി നമ്മൾ STC പേ യൂസ് ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ 6 അക്ക കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ ഡിവൈസ് എന്നുള്ളത് കൊടുക്കുക. ഇതുപോലെ STC പേ കോൾ വരും. കോൾ അറ്റൻഡ് ചെയ്യുക. Please customer, this is an automated call from STC Bank. You have requested to register a new trusted device for your account. To confirm, please press 8. അതിനുശേഷം 8. Your device has been registered as a trusted one successfully. ഡിവൈസ് രജിസ്റ്റർ ആയി. ഇനി കണ്ടിന്യൂ എന്ന് കൊടുക്കുക. ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. അപ്പോൾ പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, സ്പെഷ്യൽ ക്യാരക്ടർ, നമ്പർ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാസ്വേഡ് ആയിരിക്കണം. എങ്കിലുള്ളൂ ഇതെല്ലാം ഗ്രീനായിട്ട് കാണും. അതിനുശേഷം കണ്ടിന്യൂ എന്ന് കൊടുക്കുക. നമ്മൾ കൊടുത്ത അതേ പാസ്വേഡ് ഒന്നുകൂടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന് കൊടുക്കുക. മൊബൈൽ വരുന്ന OTP എൻ്റർ ചെയ്യുക. ഡൺ. ഇവിടെ വീണ്ടും ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ എഗ്രി ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യണമെങ്കിൽ, പ്രൊമോഷൻ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യണമെങ്കിൽ ഇത് ഓൺ ചെയ്തിടാം. അതിനുശേഷം കണ്ടിന്യൂ എന്ന് കൊടുക്കുക. അലോ എന്ന് കൊടുക്കുക. വീണ്ടും നമ്മുടെ KYC അപ്ഡേറ്റ് ചെയ്യണം. അത് കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസൊക്കെ ആഡ് ചെയ്തിട്ട് കണ്ടിന്യൂ എന്ന് കൊടുക്കുക. ഇനി നമ്മുടെ സാലറി സ്കെയിലാണ്. ഇൻകം സോഴ്സ് എന്താണെന്ന് ചോദിക്കും. ഡു യു ഹാവ് എനി അതർ ഇൻകം സോഴ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഞാനിപ്പോൾ സാലറിയാണ് കൊടുത്തിട്ടുള്ളത്. തുടർന്ന് താഴെയുള്ള ഡു യു ഹാവ് എനി അതർ സോഴ്സ് ഇൻകം ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക. അതല്ലെങ്കിൽ നോ കൊടുത്തിട്ട് അതിന് താഴെതുപോലെ കാര്യങ്ങളൊക്കെ ഒന്ന് ചൂസ് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. വീണ്ടും കണ്ടിന്യൂ എന്ന് കൊടുക്കുക. ആർ യു കൺസിഡേർഡ് എ ടാക്സ് റെസിഡൻറ്റ് ഓഫ് എനി അതർ കൺട്രി ഔട്ട്സൈഡ് സൗദി അറേബ്യ? നോ. ഇവിടെ നാഷണൽ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. നാഷണൽ അഡ്രസ്സ് നിലവിൽ രജിസ്റ്റർ ചെയ്ത് വരെ ഓട്ടോമാറ്റിക് അവിടെ വന്നിട്ടുണ്ടാവും. അതിനുശേഷം ഡൺ എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മളെല്ലാ KYC കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഗെറ്റ് സ്റ്റാർട്ട് എന്ന് കൊടുക്കുക. നിലവിൽ നമ്മുടെ ബാങ്കിങ് ആപ്പ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻ അക്കൗണ്ട് ബാലൻസും കിതാബ് ബാലൻസ് കാര്യങ്ങളൊക്കെ അവിടെ കാണാം. നിലവിൽ നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസും STC പേരുണ്ടെന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ആപ്പിനെ കുറിച്ചുള്ള വിശദമായ വീഡിയോ നമുക്ക് വീണ്ടും ചെയ്യാം. അപ്പോൾ നിലവിൽ STC പേ യൂസ് ചെയ്യുന്നവർ ഇതുപോലെ STC ബാങ്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയാണ് STC പേ നിലവിൽ യൂസ് ചെയ്യുന്നവർ STC ബാങ്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ടത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കണ്ട. നല്ലൊരു അറിവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ നൗഷാദ് സൈനിങ് ഓഫ്.